ഹലോ, ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതുപോലൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര നേരത്തെ ഒന്നും എഴുന്നേൽക്കില്ല, നേരെ വൈകി എഴുന്നേൽക്കാറുള്ളൂ. രാവിലെ അവനൊരു 7:45 എഴുന്നേറ്റു, അവൻ ഉറക്കം കഴിഞ്ഞിട്ട്. പിന്നെ ഞാനും മോളും കുറച്ച് നേരം കൊണ്ട് കിടന്ന് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ്. പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിള്ളേരെ കുളിപ്പിച്ച് അവൻ ഉറക്കിയതിന് ശേഷം ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പോകാറുള്ളൂ. ഇന്നിപ്പോൾ അവൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവൾ എന്നേലും മുന്നേ കയറിയിരുന്നു. അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ താഴെ ചെന്ന് നോക്കിയപ്പോഴേക്കും കൊച്ച് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നടക്കില്ലല്ലോ. അതിനുശേഷം അവന് കുറുക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ പല അടവുകൾ കാണിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ ആളുടെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇതിപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇരുത്തിയിട്ടാണ് കൊടുക്കുന്നത്. ആക്ച്വലി അതിനകത്ത് തുണികളുണ്ടായിരുന്നു, അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് വാഷിംഗ് മെഷീനെ നോക്കി കഴുകിയിട്ട് ആളതിൻ്റെ ഉള്ളിൽ നിർത്തിയേക്കുന്നതാണ്. ഇതിനി നാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ 1 ദിവസം 2 ദിവസമായിട്ട് പറ്റുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് അവനത് സമ്മതിക്കില്ല. അവനത് മനസ്സിലാവും അവനെ കഴിപ്പിക്കാനുള്ള അടവാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട് റോഡ് സൈഡിലായതുകൊണ്ട് നിറയെ വണ്ടികളായിരിക്കും. റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴേക്കും വണ്ടികളുടെ ശബ്ദം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറുക്കെല്ലാം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അവനും ചേച്ചിയും കൂടിയും വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് ഇരുന്നവർ കളിക്കുന്ന ഇവരുള്ളതുകൊണ്ട് എനിക്ക് ആ ടേബിളൊന്നും ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റാറില്ല. ക്ലീൻ ചെയ്ത് വെച്ചാൽ അവർ വന്ന് അതൊക്കെ വലിച്ച് വാരിയിട്ട് കളിയായിരിക്കുള്ളൂ. അവളത് അവിടെ എന്തൊക്കെയോ വരച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വാഷിംഗ് മെഷീനിലെ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അഴയിലിട്ടതിന് ശേഷം താഴെ പോയി ഉച്ചയായപ്പോഴേക്കും. പിന്നെ ഞാൻ ചോറ് കഴിക്കാൻ നോക്കിയില്ല, നല്ല ദാഹമായിരുന്നു, നല്ല ചൂടല്ലേ. അപ്പോൾ കുറച്ച് നാരങ്ങ വെള്ളം കുടിച്ചു, കുറച്ച് നേരം സിനിമയും കണ്ടു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ പിന്നെ കുറച്ച് ചായയും പിന്നെ വീണ്ടും അവന് കുറുക്കൊക്കെ ഉണ്ടാക്കി. വൈകുന്നേരം കുറുക്ക് കൊടുക്കുന്നത് അമ്മയാട്ടോ. അമ്മ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അമ്മ കുറുക്ക് കൊടുക്കും. അമ്മമ്മയും മോനും പറമ്പിലൊക്കെ പോയിട്ട് നടക്കാറുന്നു. അവർ വന്നതിന് ശേഷമാണ് പിന്നെ ചായയൊക്കെ കുടിച്ചത്. ചായക്ക് ബിസ്ക്കറ്റായിരുന്നു. ഞാൻ അതുപോലെ ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് കഴിക്കാം. പിന്നെ മോൾക്ക് മാഗി വേണമെന്ന് പറഞ്ഞു, അപ്പോൾ അത് ഉണ്ടാക്കുക കേട്ടോ. ഞാൻ ഇതുപോലെയാണ് മാഗി ഉണ്ടാക്കാറ്. ആദ്യം മാഗി വേവിച്ചതിന് ശേഷം പിന്നെ സവാളയും മുട്ടയൊക്കെ ചേർത്തിട്ടാണ് മാഗി ഉണ്ടാക്കാറുള്ളത്. അത് അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. ഞാനിതുപോലെ ഉണ്ടാക്കാറുള്ളതിൽ എൻ്റെ അനിയന് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ മാഗി ഉണ്ടാക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. മാഗി ഞാൻ നമുക്ക് വളരെ കുറച്ച് കൊടുക്കാറുള്ളൂ കേട്ടോ. ഞാൻ ബാക്കിയുള്ളത് ഞാനാണ് കഴിക്കാറ്. അവൾക്ക് ഞാൻ ഉള്ള പ്ലേറ്റിലും വെച്ച് കൊടുത്തു. ബാക്കി ഞാൻ ഉണ്ടാക്കിയ ആ ചട്ടി തന്നെ കഴിക്കാറുള്ളൂ കേട്ടോ. ആ ഉണ്ടാക്കിയ ചട്ടി തന്നെ കഴിക്കാൻ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഞാനതുപോലെ അങ്ങനെ കഴിക്കാറുണ്ട്. ഇന്ന് വൈകുന്നേരം പള്ളിയിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. ഇന്ന് ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിലെ കൊടിയേറ്റപ്പോൾ പോകണമെന്ന് വിചാരിച്ചതാണ്, പിന്നെ അത് നടന്നില്ല. പിന്നെ കൊച്ചിനെ ഉറക്കാനായിട്ട് കിടത്തി. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഒരു ദിവസം. ഉറക്കം കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ എഴുന്നേൽക്കും, പിന്നെ പ്രാർത്ഥനയ്ക്കും ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഇങ്ങനെയാട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.